നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മൗനം കൊണ്ട് നമുക്ക് എങ്ങനെ നല്ല ശക്തി ആർജിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയത്തിന് മൗനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ മൗനം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ കരുത്തുള്ള വ്യക്തിയായിട്ട് മാറാനും പറ്റും. അതുപോലെ നമ്മുടെ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത തർക്കങ്ങളിലൊക്കെ ചെന്ന് ഏർപ്പെടുമ്പോൾ നമ്മുടെ ആ മനസ്സമാധാനം അവിടെ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഊർജവും നഷ്ടപ്പെടും. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നമ്മുടെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ആഴ്ചയിലെ ദിവസങ്ങൾ ഒക്കെ നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഈ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ, വഴക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെട്ട് കഴിയുമ്പോൾ നമ്മുടെ എനർജി വേസ്റ്റാവും, നമ്മുടെ സമയവും അതുപോലെ നമ്മുടെ മനസ്സമാധാനവും ഒക്കെ നഷ്ടമാവുകയാണ്. അതേസമയം നമ്മുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങൾക്ക് നമുക്ക് മൗനമായിട്ടിരിക്കുന്നത് നമ്മുടെ എനർജി സേവ് ചെയ്യാനും, നമ്മൾ മൗനമായിട്ടിരിക്കുമ്പോൾ ആ എതിർഭാഗത്തുള്ള ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരികയും ഇവള് എത്രയൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്തിട്ട് ഇവൾ പ്രകോപിതയാവുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അവർക്ക് തന്നെ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ഡൗട്ട് വരികയും ചെയ്യും. അവർക്ക് പിന്നീട് നമ്മൾ ഈ മൗനം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പിന്നീട് നമ്മളോടുള്ള സമീപനത്തിലും അവർക്ക് മാറ്റം ഉണ്ടാകും. ഇത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വീടുകളായിരുന്നാലും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തൊക്കെ ആയിരുന്നാലും നമ്മുടെ വഴക്കാളികളായിട്ടുള്ള ആളുകൾ, നമ്മളെ ഇങ്ങോട്ട് എപ്പോഴും വന്നിട്ട് എതിർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് കുഴപ്പിക്കാനും അവരെയൊക്കെ ഒന്ന് ശാന്തമാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മൗനമായിട്ടിരിക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. അവരോട് ചെന്ന് തർക്കിച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരോട് നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഭാഗത്താണ് ന്യായീകരണം ഉണ്ടെങ്കിലും അവരത് അംഗീകരിച്ച് തരികയില്ല. പിന്നെ അവിടെ നിന്ന് നമുക്ക് വിശദീകരണം കൊടുത്ത് നമ്മുടെ എനർജി അത്രയും വേസ്റ്റ് ആവുകയും ചെയ്യും. നമ്മൾ ഡൗൺ ആയി പോവുകയും ചെയ്യും. നമ്മുടെ ആ ദിവസം അല്ലെങ്കിൽ ആ 2-3 ദിവസത്തെ ആ ഒരു കാര്യങ്ങൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ പിന്നെ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഡള്ളായി പോകും, ദുഃഖിച്ചിരിക്കും. അപ്പോൾ ഇതേ സമയം നമ്മളെ ചവിട്ടി താഴ്ത്താനും നമ്മളെ ഇല്ലാണ്ടാക്കാനൊക്കെ വരുന്നവരുടെ മുമ്പിൽ നമ്മളെ തെറ്റുകാരല്ലാതെ ഇരുന്നിട്ട് നമ്മളെ തെറ്റുകാരാക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നമ്മളെ മുമ്പിലുണ്ടായിരിക്കും. പക്ഷെ അവരോടത്തൊക്കെ നമ്മൾ ന്യായീകരണം പറഞ്ഞ് മടുത്താലും അവരത് വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിടത്തൊക്കെ നമുക്ക് മൗനമാണ് ഏറ്റവും വലിയ ആയുധം. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ അവരെടുത്ത് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെനക്കെടണ്ട. നമ്മൾ സൈലൻസ് ആയിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ എനർജി സേവ് ചെയ്യുകയും ചെയ്യാം. അവർ കൺഫ്യൂഷൻ ആവുകയും പിന്നീട് നമ്മളോടുള്ള ആക്രമണത്തിന് അവർക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. എത്ര വലിയ പുരോഹിതനാണെങ്കിലും നമ്മുടെ മൗനത്തിലൂടെ നമുക്ക് അവരെ കീഴ്പ്പെടുത്താനും പറ്റും. നമ്മൾ അവരുടെ മത്സരത്തിന് പോകുന്നില്ല. അവരെന്ത് പറഞ്ഞാലും അവർ റിയാക്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ തളരുകയാണ്. അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത കാര്യങ്ങളും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത്. അവർ തോൽപ്പിക്കാൻ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ മൗനമാണ്. അവർക്ക് റിയാക്ട് കിട്ടാതിരിക്കുമ്പോൾ അവർ നമ്മളോടുള്ള ആക്രമണം ഒഴിവാക്കും. നമ്മുടെ ഭാഗത്ത് ശരി എന്നുണ്ടെങ്കിൽ അത് കാലം തെളിയിച്ചു കൊടുക്കും. നമ്മൾ അതിന് വിട്ടുകൊടുക്കുക. ഈ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ചെന്ന് റിയാക്ട് ചെയ്യാതെ നമ്മുടെ ഫോക്കസ് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തുകയും അതിൻ്റെ വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. നമ്മൾ ഈ അനാവശ്യ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടുമ്പോൾ നമ്മുടെ എനർജിയൊക്കെ അതിലേക്ക് പോവുകയും നമുക്ക് ഡൗൺ ആയി പോവുകയും ചെയ്യും. മറ്റത് എന്തോ പറഞ്ഞിട്ട് പോട്ടെ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നൊരു മൈൻഡിൽ വരികയാണെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും അത് നേടിയെടുക്കാനും കഴിയും.